മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ നമ്മുടെ ആദിലയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് 1-ാം റാങ്ക് തന്നത് സത്യസന്ധതയ്ക്ക് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. വൈൽഡ് കാർഡ് വന്ന് എന്നോട് സംസാരിക്കുന്നത് ബിന്നിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ബിന്നിനെ ലാസ്റ്റ് ഇട്ടതും ബിന്നിക്ക് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താ പറയുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇവർ ചിലപ്പോൾ നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിന്തിക്കുന്ന കാര്യം കറക്റ്റ് ആവാതിരിക്കാൻ ചെയ്തതും ആവാം. പക്ഷേ ഞാൻ എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ സത്യസന്ധമായി തന്നെയാണ് നിൽക്കുന്നത്. ഇവരെനിക്ക് 1-ാം സ്ഥാനം തന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ബിന്നി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് അതിൽ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. ഈ ഒനീലിനെയൊക്കെ പിടിച്ച് എന്തിനാണ് സത്യസന്ധതയ്ക്ക് അവിടെ കൊണ്ടിട്ടതെന്ന് എനിക്കറിയില്ല എന്ന് ആദില പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കോഫീൻ്റെയൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരാവശ്യം എനിക്കില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പലരും എന്നോട് പറഞ്ഞു അതൊക്കെ വിടാൻ വേണ്ടി, പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല. ഞാൻ എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി നല്ല സ്ട്രോങ് ആയിട്ട് ഇനി ഗെയിം കളിക്കാൻ പോവുക. എൻ്റെ ഗെയിമൊന്നും ഞാൻ മാറ്റിപ്പിടിക്കാമെന്ന് അനുമോട് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇവിടെ വന്നത് തൊട്ട് ഇതുവരെ നീ കളിച്ച ഗെയിം എങ്ങനെയാണെന്ന് അതിൽ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ സത്യസന്ധമായി തന്നെയാണ് കളിച്ചത്. 10 ദിവസം ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു. ഇപ്പോൾ ഏകദേശം എനിക്ക് എല്ലാവരെയും മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് കളിക്കുക. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ലാലേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റിയില്ല. ഈ ഷോയിൽ നിന്ന് ഞാൻ പുറത്ത് പോകണമെന്ന് വിചാരിച്ച ആൾ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ ഇത് കാണുന്നതാണ്, നാട്ടുകാർ മൊത്തം കാണുന്നതാണ്. ഞാനൊരു പെൺകുട്ടിയാണ്, പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. ലാലേട്ടനെ പോലെ ഒരു വലിയ മനുഷ്യൻ എന്നെ ചീത്ത പറയുമ്പോൾ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ ഒരു വൈൽഡ് കാർഡിൻ്റെ അടുത്ത് പോയി സംസാരിക്കാറില്ല. അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാണ് സംസാരിക്കാറുള്ളത്.